वदाम्यहम् तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय सम्भवामि युगे युगे सम्भवामि युगे युगे എവിടെയെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അവിടെയെല്ലാം ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ ഈ വാക്കുകൾ സത്യമാക്കുന്നത് നാം ഓരോരുത്തരുമാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാനായി മാറിയിട്ടുണ്ട്. ഒരു നിമിഷമെങ്കിലും കൺമുന്നിൽ നടക്കേണ്ടിയിരുന്ന ഒരു അപകടത്തിൽ നിന്നും നാം പോലും അറിയാതെ അപരനെ രക്ഷപ്പെടുത്തി. ജലത്തിൽ ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു ഉറുമ്പിന് രക്ഷയായി കൈവിരൽ നീട്ടിക്കൊടുത്ത്, ദാഹജലത്തിന് അലയുന്ന ജീവിക്ക് ഒരിറ്റ് വെള്ളം കൊടുത്ത്, അങ്ങനെ അങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ ധർമ്മ പുനഃസ്ഥാപനത്തിനും ഭഗവാൻ അവതരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനും ഒരു നാൾ ഇത്തരത്തിൽ ഭഗവാനായി മാറിയിട്ടുണ്ട്. ഒരു നിമിഷമല്ല, 2 മണിക്കൂറിലേറെ നേരം. സഹജീവികളെ കൊന്നെടുക്കാൻ മനുഷ്യത്വമില്ലാത്തൊരു കൂട്ടം നടത്തിയ തന്ത്രത്തെ തകർക്കാൻ ഞാൻ ഭഗവാനായ ഒരു ദിവസം, ഭഗവാന്റെ കൈകൾ എൻ്റേതായി മാറിയ ഒരു ദിവസം. മുംബൈ ആക്രമണത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പ് കേരളത്തിലെ 5 നഗരങ്ങളിൽ ബോംബ് സ്ഫോടനം നടക്കുമെന്ന ഇമെയിൽ സന്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെ കനത്ത സുരക്ഷാ സംവിധാനമാണ് ഇന്നൊരുക്കിയിട്ടുള്ളത്. ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് വളരെ അടിയന്തരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ സക്കറിയ തോമസ് സ്വകാര്യ ആവശ്യത്തിനായി അലൈഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തുന്നുണ്ട്. രാഷ്ട്രീയ വർഗങ്ങൾ ഭരണമുറപ്പിക്കാനുള്ള നെട്ടോട്ടമോടുന്നതിനിടയിൽ രാജ്യസുരക്ഷയ്ക്കായി യാതൊരു പ്രവർത്തനവും ചെയ്യുന്നില്ല എന്നത് ആശങ്കയോടെയാണ് പൊതുജനം നോക്കിക്കാണുന്നത്. യുവജനങ്ങളെ പ്രലോഭിപ്പിച്ച് മദ്യവും പണവും അവശ്യ സൗകര്യങ്ങളും നൽകി ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന നിരവധി ഏജൻസികൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ച മുംബൈ ആക്രമണത്തോടെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ജനങ്ങളെ കൊന്നൊടുക്കുക എന്നതാണ് മതതീവ്രവാദികളുടെ നയമെന്ന് അവർ നമ്മെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ കേരളവും പങ്കാളികളാകുന്നു. ഭീകരരുടെ പ്രധാന ഒളിത്താവളവും പരിശീലന ക്യാമ്പുകളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്നാണ് സൂചന. തീവ്രവാദികളെ തിരിച്ചറിയാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും കൃത്യമായൊരു അന്വേഷണ വിഭാഗം ഇല്ല എന്നതാണ് ഇത്തരം സംഘടനകൾക്ക് കേരളം സുരക്ഷിത താവളമായി മാറുന്നതിന്റെ പ്രധാന കാരണം. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനികളിൽ ഒരാൾ സംസ്ഥാന പോലീസിന്റെ പിടിയിലായെന്ന് അനൌദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട്. സാംസ്കാരിക കേരളം ഒന്നിച്ച് ഇത്തരം പ്രവണതകൾക്കെതിരെ കൈകോർക്കുകയാണ്. തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ സ്നേഹ സന്ദേശം എന്ന പരിപാടി നടക്കുകയാണിപ്പോൾ. ക്യാമറാമാൻ ഉണ്ണികൃഷ്ണനോടൊപ്പം രതീഷ് സുകുമാരൻ, ഇന്ത്യ വിഷൻ.
പലദേശമെങ്കിലും ഏകരാജ്യം ഇടറാത്തതാണീ വിചാരം. പല ഭാഷയെങ്കിലും ഏകസാരം പല കോടി സ്വരവീണമായി. പലദേശമെങ്കിലും ഏകരാജ്യം ഇടറാത്തതാണീ വിചാരം. പല ഭാഷയെങ്കിലും ഏകസാരം പല കോടി സ്വരവീണമായി. തന്നല്ലോ ഈ ധർമ്മഭൂവിൽ നമ്മളൊന്നല്ലോ. നേരിന്റെ ഗീതം വീറിന്റെ കാവ്യം താരാപഥത്തോളമുയരുന്നിതാ. I love my India, 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 I love my India. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ക്രമസമാധാനം നിലനിർത്തുക. ക്രമസമാധാനം നിലനിർത്തുക. അക്രമം അവസാനിപ്പിക്കുക. ആക്രമണം അവസാനിപ്പിക്കുക. സൗരസഞ്ചാരത്തിന് അവസരമൊരുക്കുക. സൗരസഞ്ചാരത്തിന് അവസരമൊരുക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. അക്രമം അവസാനിപ്പിക്കുക. ആക്രമണം അവസാനിപ്പിക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. അക്രമങ്ങൾക്ക് അറുതി വരുത്തുക. ആക്രമണങ്ങൾക്ക് അടിച്ചുകൊടുക്കുക. സൗരസഞ്ചാരം അനുവദിക്കുക. സൗരസഞ്ചാരം അനുവദിക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. ക്രമസമാധാനം നിലനിർത്തുക. ക്രമസമാധാനം നിലനിർത്തുക. അക്രമം അവസാനിപ്പിക്കുക. ആക്രമണം അവസാനിപ്പിക്കുക. Have a nice day.
നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വനമേഖലകളിലെ ചെറുഗ്രാമങ്ങളിലായി നടക്കുന്ന ഇത്തരം പരിശീലന കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രഹസ്യമായ തെരച്ചിലുകൾ നടന്നുവരികയാണെന്നും തലസ്ഥാനത്ത് നിന്ന് തീവ്രവാദ സംഘടനകളുടെ ഒരു നേതാവ് പിടിയിലായെന്നും സൂചനയുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മന്ത്രി തലസ്ഥാനത്തെത്തിയ ഉടൻ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി 5 ഇടങ്ങളിൽ ഇന്ന് സ്ഫോടനങ്ങൾ നടക്കുമെന്ന ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം തേടുകയാണ് സൈബർ സെൽ. മുംബൈയിലെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ നിന്നാണ് മെയിൽ അയച്ചതെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഇതും സ്ഥിരീകരിക്കാനായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാന പോലീസിന് ചില വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതിനാൽ അതും ഇത്തരം വ്യാജ സന്ദേശമാണോ എന്ന് സംശയിക്കപ്പെടുന്നു. എന്നാൽ അടുത്തിടെ രാജ്യത്തുണ്ടായ സ്ഫോടന പരമ്പരകൾ കണക്കിലെടുക്കുമ്പോൾ സന്ദേശം മുഖവിലക്ക് എടുക്കാതിരിക്കാനുമാവില്ല. തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്ഫോടനം നടക്കുമെന്ന് ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസിനെ വഴിതെറ്റിക്കാനും ഭീതി പരത്താനും ചില വിദ്യാർത്ഥികൾ ചെയ്ത തമാശയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പെരുകുന്നത് മൂലം പലപ്പോഴും യഥാർത്ഥ സന്ദേശങ്ങളും പോലീസ് നിസ്സാരവൽക്കരിക്കാൻ കാരണമാവുന്നു. എന്നാൽ ഇന്നത്തെ സന്ദേശത്തിന്റെ ഉറവിടം മുംബൈയിൽ നിന്നാണെന്നതിനാൽ നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സദാശിവനാ? ശരി ശരി, ആശുപത്രി എത്തി. ഞാനങ്ങോട്ട് വിളിക്കാം. ഞാനങ്ങോട്ട് വിളിക്കാം അവിടെ. ഓക്കെ ഓക്കെ. സർ, ഇന്നും നാളെയുമായി കേരളത്തിലെ ചില പ്രധാന സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കുമെന്ന ഇമെയിൽ സന്ദേശത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സന്ദേശങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞോ? ഈ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർ മുഹമ്മദ് ഇക്ബാലാണ്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ അപ്പൊ പറയുന്നുണ്ടല്ലോ. പോരെ സർ, കഴിഞ്ഞ 2 ദിവസങ്ങളായി സംസ്ഥാനത്ത് പരക്കെ ആക്രമണങ്ങൾ നടക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണ്. അവർ ചിലർ പിടിയിലായെന്ന് സൂചന ലഭിച്ചിട്ടും താങ്കൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് ഇക്ബാൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായി ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. സംസ്ഥാനം മുഴുവൻ ആശങ്കയിൽ കഴിയുമ്പോൾ സ്ഥലത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരും പോലീസുകാർക്കൊപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന ഈ അവസ്ഥയിൽ താങ്കൾ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു. സ്ഥലത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് മതി 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 മതി. മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒന്ന് മാറി നിന്നാട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാര്യയെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുക. അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങൾക്ക് വേണ്ടി ഒരു പത്രസമ്മേളനം തന്നെ വിളിക്കുന്നതാണ്. ഇനി എല്ലാവരും പോയാട്ടെ പോയട്ടെ. സാർ വന്നാട്ടെ. മറുപടി മുഴുവൻ തന്നില്ല. സുഹൃത്ത്, ഏതാ പത്രം? പ്രാദേശികനാണല്ലേ? അപ്പൊ മൂപ്പ് തിരി കൂടും. ഞാൻ മന്ത്രി എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യനാണ്, ഒരു ഭർത്താവാണ്. വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നവനാണ്. വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭർത്താവിന്റെ ചില കടമകൾ എനിക്കുണ്ട്.
സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നവനെ ഒരു രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയും. മന്ത്രിയാകുന്നതിന് മുമ്പ് താങ്കൾ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ആടും വീടും ഉപേക്ഷിച്ച് സമൂഹത്തെ സേവിക്കാൻ ഇറങ്ങിയ ആൾ. എന്നിട്ടും ഇങ്ങനൊരു പ്രതിസന്ധി, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു പൊതുപ്രവർത്തകന്റെ കടമകൾ തുടങ്ങുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, അവർക്കൊരു നേരത്തെ അന്നം, ഒരിത്തിരി സ്നേഹം, അസുഖം വരുമ്പോൾ മരുന്ന്, ഇവ നൽകുമ്പോഴാണ് ഒരാൾ ഉത്തരവാദിത്വമുള്ള മനുഷ്യനാകുന്നത്. ഇതില്ലാത്തവന്റെ പൊതുപ്രവർത്തനം വെറും നാടകം മാത്രമാണ്. ഭയപ്പെടാനൊന്നുമില്ല. മുഹമ്മദ് ഇക്ബാൽ ഏറ്റെടുത്ത ഒരു കേസും ലക്ഷ്യം കാണാതിരുന്നിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേ അദ്ദേഹത്തെ പുകഴ്ത്താറ്. ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയില്ല. ഇവിടെ നിന്നാ മതി. മറുപടി മുഴുവൻ തന്നില്ല. സ്ഫോടന ഭീഷണിയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാനും അതുവഴി അക്രമങ്ങൾ തടയാനും മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് കഴിയുമോ? അതെ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ, ഗോഡ്സ് ഓൺ കൺട്രി. അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അവൻ വന്നെത്തും. ആര്? സാക്ഷാൽ ഭഗവാൻ. ഇപ്പോൾ കിട്ടിയത് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർ മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് ആഭ്യന്തരമന്ത്രി സഖറിയ തോമസ്. സ്വകാര്യ ആവശ്യത്തിനായി അലൈഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മുഹമ്മദ് ഇക്ബാൽ കേസിൽ പരാജയപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാനത്തെ അക്രമങ്ങൾക്ക് തടയിടാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. ഹായ് അച്ചു, എങ്ങടെ അച്ഛനും മോളും കൂടി? ഡോക്ടർ അങ്കിളിനെ കാണാനാ. എന്തു പറ്റി? പറയച്ചു. പറയച്ചു, രഹസ്യ. ബാവ ഡോക്ടർ അങ്കിളിൽ നിന്നൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അല്ലേ? ആ, ഒരു ചിത്രാണ്. ഇത് ഡോക്ടർ അങ്കിളിനുള്ളതാ. ഒന്ന് കാണട്ടെ അച്ചു. ചിത്രം മാത്രല്ല കേട്ടോ, ഒരു പാട്ടുമുണ്ട്. പാട്ടുമുണ്ടോ? പാടുവോ? ഒന്ന് പാടിക്കേ, ചേച്ചി ഒന്ന് കേക്കട്ടെ. ഞങ്ങൾ പോവാ. താങ്ക്സ് ആൻഡി. ശരി. സോറി. ഡോക്ടർ വേദന തരം ഡ്രിപ്പ് കൊടുക്കുകയാണ്, വേറൊന്നുമില്ല. സിസ്റ്റർ ബാലഗോപാൽ സാറിനൊന്ന് വിളിച്ചോളൂ. ശരി സാർ.
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം സംസ്ഥാപനാർത്ഥായ ഭവാമി യുഗേ യുഗേ ഡോക്ടർ എടുക്കുന്നില്ല സാർ. ആരാ ഇത്? അച്ചുവോ? ഡോക്ടർ അങ്കിൾ ഉണ്ടോ? ഡോക്ടർ വലിയ തിരക്കിലാണല്ലോ. മോള് വാ. നമുക്ക് റൂമിൽ പോവാം. ഡോക്ടർ അങ്കിൾ റൂമിൽ വരുമല്ലോ. എത്ര സമയായി ഇതുവരെ വന്നില്ലല്ലോ. അച്ചു ഇന്ന് ഇത്തിരി ദേഷ്യത്തിലാണല്ലോ. ഇവൾക്ക് ഡോക്ടർ അങ്കിളിന് ഒരു സമ്മാനം കൊടുക്കാനാ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. വേണ്ട. വാ മോളെ പോവാ. വാ. ഏതാ കുട്ടി? അറിയില്ലേ? ഇല്ല. പത്മനാഭൻ സാറ് കോളേജിലെ പ്രൊഫസറായിരുന്നു. 4 മാസം മുമ്പ് ഒരു കാർ അപകടം. ഭാര്യ മകനെല്ലാം തീർന്നു. ഈ കുട്ടി മകളാ അച്ചു. സാറ് മകളും മാത്രം ബാക്കിയായി. സാറിന് നടക്കാൻ പറ്റില്ല. പക്ഷെ ഈ കുട്ടിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. ഇപ്പൊ അച്ഛന് നോക്കലും ഭക്ഷണം കൊടുക്കലും മരുന്ന് കൊടുക്കലും എല്ലാം ഈ കുട്ടിയാ. അതിന്റെ ഒരു യോഗം. എന്തുവാ ഡോക്ടറെ ഇത്? ഒരാൾ വേദന കൊണ്ട് ഇവിടെ കിടന്ന് പിടയുമ്പോ ഡോക്ടർ പൾസ് നോക്കി പഠിക്കുവാന്നോ? വേഗം ലേബർ റൂമിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയാലേ. ഒരു മന്ത്രിയുടെ ഭാര്യയല്ലേ സാറേ ഇത്? നിങ്ങൾക്കിത് സ്ഥിര അനുഭവമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കിത് ആദ്യമാണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. നിങ്ങൾ പോയി ബാലഗോപാൽ സാറിനൊന്ന് വിളിക്കേ. ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചാട്ടെ, എന്നിട്ട് പരിശോധിക്കാൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ബാലഗോപാൽ സാറിനെ വിളിക്കണം. ഡോക്ടർ ബാലഗോപാലിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. സമയമാകുമ്പോ സാറ് തന്നെ വിളിച്ചിട്ട് പറയാം അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ. നിങ്ങൾ ഭയപ്പെടാതിരിക്കും. സമയമാകുമ്പോ തിരിച്ചറിയാൻ തന്റെ ഡോക്ടർ ആരാ? ഭഗവാനാ. ഒന്നുകൂടി വിളിച്ചു നോക്കൂ ഡോക്ടർ. Yes, Dr. Balagopal here. വേദനയില്ലാത്ത ഒരു പ്രസവം ഈ ലോകത്ത് നടന്ന ചരിത്രമേ ഇല്ല. മന്ത്രിയുടെ ഭാര്യയ്ക്ക് നോവും തന്ത്രിയുടെ ഭാര്യയ്ക്ക് നോവും. ആ സുഖമുള്ള വേദനയെക്കുറിച്ച് തനിക്കറിയാത്ത താൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് പ്രസവിച്ച് നോക്കുന്നു. ഹോൾഡ് ഓൺ ഫോർ എ മോമെന്റ് ടിൽ യു ഡെലിവർ. ഹലോ. ആഹാ, അടുത്ത വേദന തുടങ്ങിയല്ലേ? ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ അതിന് അവസരം കൊടുത്തവർക്ക് കടുത്ത വേദനയാണ് നാം സമ്മാനിക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? അല്ലെങ്കിലേ നമുക്കൊന്നും ഒരു വില ഉണ്ടാവില്ല. ഓക്കെ, ഷിഫ്റ്റ് ടു ദ ലേബർ റൂം. ഓക്കെ ഡോക്ടർ. യെസ്. 101 എലിസബത്തിന് പെയിൻ കണ്ടു തുടങ്ങി. ഓഹോ, അപ്പൊ വീണ്ടും ഒരാൾക്ക് കൂടി കൊണ്ടുവരാൻ പറയും. 1000 കട്ടിലുകളുള്ള ഒരു ലേബർ റൂമാണ് എന്റെ സ്വപ്നം. ഒരേ സമയം 1000 കുരുന്നുകൾ, 1000 കരച്ചിലുകൾ, 1000 ആശ്വാസങ്ങൾ. എന്തായിരിക്കും ആ നിമിഷത്തിന്റെ ഒരു സുഖം? എക്സ്ക്യൂസ് മീ, ഞാൻ എന്തിനാണ് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത സിസ്റ്റർക്കറിയാം? ഇതിൽ പരം മഹത്തായ കർമ്മം മറ്റെന്താ ഉള്ളത്? ഒരു കുഞ്ഞ് ആദ്യമായി ലോകം കാണുന്നത് എൻ്റെ ഈ കൈകളിലൂടെയാണ്. അപ്പൊ ഇത് എൻ്റെ കൈയാണോ? അല്ല, സാക്ഷാൽ ഭഗവാന്റെ കൈ. കൊണ്ടുവരാൻ പറ, എല്ലാവരെയും കൊണ്ടുവരാൻ പറ. ഓക്കെ ഡോക്ടർ. സാറിനെ കിട്ടി ലേബർ റൂമിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞു.
ക്വിക്ക് ഫാസ്റ്റ്. എന്താ എന്തു പറ്റി? അയ്യോ കുഞ്ഞുങ്ങളെവിടെ? എന്താ കുട്ടികളെവിടെ? അയ്യോ എന്ത് പറ്റി? കുട്ടികളെ കാണുന്നില്ല. കുട്ടികളെ കാണുന്നില്ല. ഇവിടെ കിടത്തിയിരുന്നതാ. ഓക്കെ, ഇതാരും അറിയരുത്, മറ്റേ ഡോക്ടേഴ്സും അറിയരുത്. ഓക്കെ, കം. കുഴപ്പമൊന്നുമില്ല. ആ താങ്കൾ ഇതെങ്ങോട്ടാ? അകത്ത് കിടക്കുന്നതേ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യയാ. ആ ഇയാളിതെങ്ങോട്ടാ പോകുന്നേ?
ആരാ അത്? വെൽക്കം ഡോക്ടർ ബാലഗോപാൽ. ആരാ നിങ്ങൾ? ഇവിടെ എന്താ കാര്യം? ഈ ചോദ്യം തന്നെയാണ് ഈ രാജ്യത്തുള്ളവർ കുറെ കാലമായി ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തേടി വന്നത് കുഞ്ഞുങ്ങളെയല്ലേ? മൂന്ന് കുരുന്ന ജീവനുകൾ. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇനി മുന്നോട്ട് വന്നാൽ മൂന്നിനെ ഞാൻ എടുക്കും. ജനിച്ചിട്ട് മിനിറ്റുകൾ പോലും ആയിട്ടില്ല. ഒന്നും ഫീഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ തണുപ്പിൽ, ഈ അറ്റ്മോസ്ഫിയർ, ഇതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അങ്ങനെ കാര്യത്തിലേക്ക് വാ. എനിക്കിതിലൊരു കുഞ്ഞിനെ വേണം. ഹോം മിനിസ്റ്റർ സക്കറിയ തോമസിന്റെ കുഞ്ഞിനെ. ഇതിൽ സക്കറിയയുടെ കുഞ്ഞ് ഏതെന്ന് കാണിച്ചു തന്നാൽ ബാക്കി 2 കുഞ്ഞുങ്ങളെയും ഡോക്ടർക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ 3 ഞാൻ എടുക്കും. ബാലഗോപാൽ, എന്തിനീ ടെൻഷൻ? ഇതിലേതാ സക്കറിയയുടെ കുഞ്ഞ്? നോക്ക് മിസ്റ്റർ, ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അവർ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ചോദ്യം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞു. കഴിയുമെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ താങ്കൾക്ക് പോകാം. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്തിനാണ് ഈ ക്രൂരത? നോക്കൂ, ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്കൊന്ന് വാ തുറന്ന് കരയാൻ പോലും സമ്മതിക്കാതെ എന്തിനു വേണ്ടിയാണിത്? ഏത് ലക്ഷ്യത്തിന്റെ പേരിലായാലും ഈ ക്രൂരത മാത്രം മതി നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ താളം തെറ്റാൻ. വെരി ഗുഡ്. ഡോക്ടർ നന്നായി സംസാരിക്കുന്നു. ആരാണ് ഞാൻ? അതല്ല ഡോക്ടർക്ക് അറിയേണ്ടത്. ഞാൻ സൈഫുദ്ദീൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പോരാളി. ആവശ്യം സക്കറിയയുടെ കുഞ്ഞ്. കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞേ പറ്റൂ. ടെൽ മീ വിച്ച് ഇസ് സക്കറിയസ് ബേബി. ടെൽ മീ. പറയാം. അതിനു മുമ്പ് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ പരിശോധിക്കാം. ഓക്കെ, താങ്കൾ ഒരു മാന്യനാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ വിട്ടുവീഴ്ച. കുഞ്ഞുങ്ങളുടെ കയ്യിലെ ഈ ടാഗുകൾ അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ അപകടമാകും. പക്ഷെ എങ്ങനെ? ശ്രമം പരാജയപ്പെട്ടാൽ 3 കുട്ടികളുടെയും ജീവൻ അപകടത്തിലാകും. ഈ സമയം ഭഗവാന്റെ വിളി എന്ന പോലെ അവന്റെ ഫോൺ ശബ്ദിച്ചു. അതനുഗ്രഹമായി. തന്ത്രപൂർവം യാതൊരു അപകടവുമില്ലാതെ ഞാനത് അഴിച്ചു മാറ്റി. ഗോലി മാറും. ഖുദാഫിസ്. ഇതാണോ ഇത്? അപ്പോ ഇത് ജനിച്ച് മിനിറ്റുകൾ മാത്രം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. എനിക്കവരെ തിരിച്ചറിയാനാവില്ല. ബട്ട് ഐ വിൽ ട്രൈ. അതിന് മുമ്പൊരു കാര്യം, ഈ കുഞ്ഞ്, അല്ലെങ്കിൽ മന്ത്രി, അതല്ലെങ്കിൽ സമൂഹം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ചോദ്യങ്ങൾ വേണ്ട. യുദ്ധത്തിൽ ശരിയും തെറ്റും ഒന്നുമില്ല, മുറകൾ മാത്രമേ ഉള്ളൂ. നിയമം സമത്വമാകണം.
അത് കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യം ദൈവികമായതിനാൽ ബാലഗോപാൽ, താങ്കൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. ഇതാണോ ദൈവികത? ഈ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. ആ നിഷ്കളങ്കമായ മുഖങ്ങൾ കണ്ടില്ലേ? അതാണ് ദൈവികത. ദൈവികതയല്ല, ദൈവാംശം. ഈ കുട്ടികളുടെ തലയിൽ നിങ്ങൾ തോക്ക് ചൂണ്ടുമ്പോൾ അത് ചെന്ന് തറയ്ക്കുന്നത് ദൈവത്തിന്റെ തലച്ചോറിലാണ്. വേണ്ട, അധികം വേണ്ട. പണമാണോ നിങ്ങളുടെ ലക്ഷ്യം? പണം 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 ആർക്ക് വേണം? നിങ്ങളെയും നിങ്ങളുടെ രാജ്യത്തെയും വിലക്ക് വാങ്ങാനുള്ള അത്ര പണം ഞങ്ങളിലുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രതിനിധിയെ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് വേദോപദേശം വേണ്ട. താങ്കൾക്ക് എന്നോട് വേണമെങ്കിൽ സഹകരിക്കാം, അല്ലെങ്കിൽ മടങ്ങാം. എന്ത് ഉപദേശം നൽകിയാലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് അതറിയാം. പക്ഷെ ജനിച്ചിട്ട് മിനിറ്റുകൾ മാത്രം പിന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ടെസ്ട്രോസ്റ്റൻ നൽകണം. അവരുടെ ജീവൻ നിലനിർത്തണം. സോ എന്നെ ഒന്ന് പുറത്ത് പോയി വരാൻ അനുവദിക്കണം. അതെന്തിന്? മരണമുറച്ച ഇവർക്ക് എന്തിന് ജീവൻ നിലനിർത്താനുള്ള മരുന്ന്? ഡോക്ടർ, ഇതിൽ സക്കറിയുടെ കുഞ്ഞേതാണെന്ന് പറഞ്ഞു തന്നാൽ മറ്റു 2 കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അല്ലാതെ നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചിരുന്നല്ലേ മതിയാവും. മറിച്ചായാൽ ഈ മൃതശരീരങ്ങളുമായി നിങ്ങൾക്ക് എന്ത് നേടാനാവും? ഞാൻ നിങ്ങളെ സഹായിക്കാം. പുറത്തുപോയി മരുന്ന് കൊണ്ടുവരുന്നതുവരെ സമയം തരണം, പ്ലീസ്. സമയം നൽകാം. പക്ഷേ പുറത്തു പോയി പോലീസിനെയോ മറ്റോ വിളിക്കാനാണ് ഭാവമെങ്കിൽ പരാജയപ്പെടും. ഈ ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ സാഹസം വേണ്ട. വെയിറ്റ്. തിരിച്ചു വരുമ്പോൾ ഒരൽപ്പം ഭക്ഷണം. പിന്നെ ഞാൻ താങ്കൾക്ക് 15 മിനിറ്റ് സമയം നൽകും. അതിനുള്ളിൽ താങ്കൾക്ക് തിരിച്ചു വരാനായില്ലെങ്കിൽ പിന്നീട് വരേണ്ടി വരില്ല. നമ്മളെല്ലാവരും ഈ ആശുപത്രി അടക്കം. എന്തെങ്കിലും ചെയ്യാനായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ ഈ 3 ജീവൻ മാത്രമായിരിക്കില്ല. പുറത്തു നിൽക്കുന്ന മാധ്യമങ്ങൾ സംഭവം അറിഞ്ഞാൽ പ്രത്യാഘാതം ഇതിലുമേറെയായിരിക്കും. ആരും അറിയാതെ, ഒരു അപകടവുമില്ലാതെ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാനാവും? എന്തുവാ ഡോക്ടർ ഇത്? വേദന കൊണ്ട് പോന്നിരുന്ന ഒരാൾ അകത്തോട്ട് കൊണ്ടുപോയി ഒരുപാട് നേരമായി, ഒരു വിവരവുമില്ല. ഡോക്ടറാണെങ്കിൽ റൗണ്ട്സിലും. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം വേണ്ടായി ഡോക്ടറെ? ആശുപത്രിയിൽ എന്നെ കാണാൻ ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവരും എനിക്ക് കാണണ്ടേ? എന്താ ഇപ്പൊ ഇത് കഥ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആരോട് ചോദിച്ചാലും ഒരു വിവരവും ഇല്ല. എന്റെ മോന്റെ നിലയും വില അനുസരിച്ച് ഏത് ലോകത്തും കൊണ്ടുപോവാ. പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ എന്റെ മോനും മോളും പറഞ്ഞതുകൊണ്ടാ. അമ്മയുടെ മോൾക്ക് സമയം ആവുന്നേ ഉള്ളൂ. വെറുതെ ഞാൻ കുത്തിക്കേറി എടുക്കണോ? വിവരം അറിയാത്തോണ്ടുള്ള ടെൻഷൻ. ഞാൻ വന്നല്ലോ, സമാധാനപ്പെടെ. ഞാൻ നോക്കട്ടെ. ഓക്കെ.
ഹലോ. അതെ, ഇന്നെന്താ ദിവസം ഓർമ്മയുണ്ടോ? ഇന്ന് ഡിസംബർ 6, നമ്മുടെ വിവാഹ വാർഷികമാണ്. ഒരുമിച്ചുണ്ണാം. ഞാൻ കാത്തിരിക്കും. മധുര
ചെന്ന് പൊതിഞ്ഞുകൊണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടറെ? ഒരു അരമണിക്കൂറോടെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഇത് എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് റൗണ്ട്സിന് പോകണം, വേറെയും പേഷ്യൻസ് ഉണ്ടല്ലോ. ഡോക്ടർ ഇനി ഇത് കഴിഞ്ഞിട്ടേ പുറത്തേക്ക് പോകുന്നുള്ളൂ. വെറുതെ ഒരു സേന ഉണ്ടാക്കണ്ട, നാളെക്കേട് നിങ്ങൾക്ക് തന്നെ. ഇതൊരു ആശുപത്രിയാണ്, ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. മന്ത്രിയുടെ ഭാര്യ മാത്രമല്ല, വേറെയും പേഷ്യൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെയാണ്. എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളോട് ഷിഫ്റ്റ് ചെയ്തോളാം. ഞാനത് നേരത്തെ പറഞ്ഞതാ. നിങ്ങൾക്ക് തിരക്കായിരിക്കാം, മാത്രമല്ല സ്ഥിര അനുഭവം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒന്നുകിൽ ഡോക്ടർ അകത്ത് പോകണം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം രണ്ടിലൊന്ന് നിർബന്ധമാണ്. പോകണം. ഞാൻ പറയട്ടെ. മിനിറ്റ് കൂടിയുണ്ട്. നാം ഒറ്റയ്ക്കല്ല. ഈ ആശുപത്രിയും ഡോക്ടറും നിങ്ങളുടെ ഉമ്മയും അങ്ങനെ 100 പേർ. നമുക്കും അവർക്കൊപ്പം പോകാം വിദൂരങ്ങളിലേക്ക്. അതാ ആ തേയിൽ വരുന്നുണ്ട്. ആ വരവ് എനിക്ക് കാണാം. He's coming. He's coming. He's coming. Oh my God. ഹലോ ഹലോ. ആ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ആ എന്തുവാ സിസ്റ്ററെ, എന്തായി? സമയമായിട്ടില്ല, ഡോക്ടർ അകത്തുണ്ട്. ഓ ഉണ്ടല്ലോ. ചേച്ചി, എത്ര നേരായി ചേച്ചി? ഡോക്ടറെങ്കിൽ എവിടെ? ഡോക്ടറെങ്കില് ഭയങ്കര തിരക്കാ. അച്ഛൻ എന്താ വേണ്ടേ? ഡോക്ടറെങ്കിൽ എന്താ കാണാത്തെ? ഡോക്ടറെങ്കില് തിയേറ്ററിലാ, ഭയങ്കര തിരക്കാ. അത് കഴിഞ്ഞ് വാവ്യെ കാണാൻ വരൂട്ടോ. കാലത്ത് മുതലുള്ള അന്വേഷണ. ഡോക്ടർ അങ്കിളിന് സമ്മാനം കൊടുക്കണം, ഒരു പാട്ട് പാടി കേൾപ്പിക്കണം. ഒന്നും പറയണ്ട, ഒരു സ്ഥലത്ത് ഇരുത്തി പൊറപ്പിക്കണില്ല. ഡോക്ടറെങ്കിൽ വെരി ഗുഡ് ഡോക്ടർ. യു ആർ ജസ്റ്റ് ഫോർ എ ടൈം. 1 മിനിറ്റ് ബാക്കിയുണ്ട്. ഡോക്ടറെങ്കിൽ
ഡോക്ടർ, ഇറന്നു വാങ്ങുന്ന മരണം ഞാൻ പറഞ്ഞതല്ലേ? അത് ഡിഫ്യൂസ് ചെയ്യാം. ഞാൻ എത്തിയില്ലേ? സൈഫുദ്ദീൻ, അത് ഡിഫ്യൂസ് ചെയ്യൂ. എല്ലാം ഓക്കെ. ശബ്ദിക്കരുത്. താങ്കൾ മാത്രമല്ല, ആശുപത്രി മുഴുവനും ഒറ്റ നിമിഷം ഇല്ലാതാവും. എന്റെ അറയിലുള്ള ബോംബ് ഈ ആശുപത്രി പരിസരം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കും. ഈ പരിസരം മുഴുവൻ ചുട്ടരിക്കാൻ പ്രാപ്തമാണത്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. നടക്കങ്ങോട്ട്. അല്ല സാറേ, ഈ ഭക്ഷണത്തിൽ എന്ത് വിഷമാണ് ചേർത്തിട്ടുള്ളത്? ഭക്ഷണത്തിൽ വിഷം ചേർത്ത് എന്നെ അങ്ങ് തീർത്ത് കളയാന്ന് കരുതണ്ട. എന്റെ കൂട്ടാളികൾ ഇപ്പോൾ ഹോം മിനിസ്റ്ററെ കൊണ്ടുപോയിട്ടുണ്ടാവും. ഭക്ഷണത്തിൽ വിഷം ചേർക്കാൻ നിങ്ങളല്ല ഞാൻ. ഒരു ജീവൻ ഇല്ലാതാക്കുകയല്ല, അത് നിലനിർത്തുകയാണ് ഒരു ഡോക്ടറുടെ കടമ. റോണി, കുട്ടികളെ ഐസിയുലേക്ക് മാറ്റ്. ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇവന്റെ ഗ്രൂപ്പ് ഈ ആശുപത്രിക്കകത്ത് തന്നെ ഉണ്ട്. ഈശ്വര, എന്തായത്? മാതൃരാജ്യത്തിന്റെ നെഞ്ചു പിളർക്കാനോ ഈ ക്രൂരത? ഇന്ന് കേരളത്തിൽ സംഭവിക്കുമെന്ന് അറിയിച്ച സ്ഫോടനങ്ങളുടെ മാതൃകയാവുമോ ഇത്? പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. പ്രിയയ്ക്ക് ഇവിടെ നടന്ന സംഭവങ്ങൾ അറിയാം. പത്രപ്രവർത്തകയായ അവൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? വിവരങ്ങൾ രഹസ്യമായി സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അറിയിക്കാൻ കഴിഞ്ഞാൽ ഈ ദുരന്തത്തിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്താം. ഭാഗ്യം, മുഹമ്മദ് ഇക്ബാലിനെ അവൾക്കറിയാം. അതുകൊണ്ട് സൈഫുദ്ദീന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഞാൻ വിവരങ്ങൾ പ്രിയയ്ക്ക് കൈമാറി. ഹലോ,
മന്ത്രിയുടെ കുഞ്ഞ് ഇപ്പോൾ കയ്യിലുണ്ടല്ലോ അല്ലേ? വേനലിന്റെ തീക്കണ്ണിൽ വെന്തിരിഞ്ഞൊരീ മണ്ണിൽ ജ്വാലക്കാറ്റിൻ ശ്വാസച്ചൂടിൽ ജന്മതീരം പൊള്ളും നാളിൽ കണ്ണിലും നോവിന്റെ വൻചിരയിൽ ഓ വേനലിന്റെ തീക്കണ്ണിൽ വെന്തിരിഞ്ഞോരീ മണ്ണിൽ കുഞ്ഞായില്ലെങ്കിലും നീറുന്നു ഞാനും നിന്നോർമ്മയിൽ കൂടെ നീ എൻ്റെ കുഞ്ഞായില്ലെങ്കിലും നീറുന്നു ഞാനും നിന്നോർമ്മയിൽ മിഴിനീരിൻ മഴയുള്ളി വിങ്ങിപ്പേയുന്നു തോരാതെ വേനലിന്റെ തീക്കണ്ണിൽ വെന്തിരിഞ്ഞോരീ മണ്ണിൽ സൂര്യന്റെ കയ്യാലി മാറിലോ പൂരമ്പ് കൊണ്ടൂരൻ പൈതലേ ദൂരെ മായല്ലേ സൂര്യന്റെ കയ്യാലി മാറിലോ പൂരമ്പ് കൊണ്ടൂരൻ പൈതലേ മരുഭൂവിൻ കനവോടെ നിന്നെ തേടുന്നു വല്ലാതെ വേനലിന്റെ തീക്കണ്ണിൽ വെന്തിരിഞ്ഞൊരീ മണ്ണിൽ ജ്വാലക്കാറ്റിൻ ശ്വാസച്ചൂടിൽ ജന്മതീരം പൊള്ളും നാളിൽ കണ്ണിലും നോവിന്റെ വൻചിരയിൽ ഓ വേനലിന്റെ തീക്കണ്ണിൽ വെന്തിരിഞ്ഞൊരീ മണ്ണിൽ വേനലിന്റെ തീക്കണ്ണിൽ വെന്തിരിഞ്ഞോരീ മണ്ണിൽ
യെസ് മുഹമ്മദ് ഇക്ബാൽ. Sir, this is Priya Balagopal speaking. Sir, I have sent an email. Please check. It's very urgent. Thank you, sir. അഗ്നിശലഭങ്ങളായിന്നു കുട്ടികൾ ചത്തു വീഴുന്നു ചാവേർക്കളങ്ങളിൽ. കാട്ടുതീ പോലെ കുരുവിക്കുരും നിന്റെ കൂട്ടിൽ വീഴും പരുന്തിൻ നിഴൽ പോലെ. കുന്നിറങ്ങും കൊടും കാറ്റിൻ മൂളലായി രാത്രിയിൽ പേടി പൂക്കുന്ന സ്വപ്നമായി. ഞെട്ടിയാർത്തു നിലത്തു വീണുടയുന്നു ഞെട്ടിൽ നിന്നോർന്നു വീഴുന്ന മുട്ടുകൾ. കുട്ടികളെ അവരുടെ അമ്മമാരുടെ അടുത്ത് കിടത്തണ്ടേ? വേണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ ആൾക്കാരെ അറിയിക്കണം. സർ, ആരെ എവിടെ തിരിച്ചറിയാൻ എന്താ വഴി? കുട്ടികളുടെ കയ്യിൽ ടാഗില്ല. ഓക്കെ 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 ഓക്കെ. സ്കാൻ, ഗെറ്റ് മീ ദ സ്കാൻ റിപ്പോർട്ട്. ഗോ. Shandan, wafer, കുഞ്ഞ്. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ട്. സോഫിയ, വൈഫ് ഓഫ് സക്കറിയ തോമസ്, പെൺകുഞ്ഞ്.
എലിസബത്ത് മാത്യൂസ്. മാത്യൂസ്. പെൺകുഞ്ഞ്. സർ, രണ്ടും പെൺകുഞ്ഞുങ്ങളാണ് സർ. എങ്ങനെ തിരിച്ചറിയും? ഇനിയൊരു DNA ടെസ്റ്റ് കുറഞ്ഞ 2 ദിവസമെങ്കിലും എടുക്കും. ഛേ. സിസ്റ്റർ, കോൾ ദിനേശ്. ദിനേശിനെ വിളിക്കൂ. ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോ എന്തായിരുന്നു നാണം? വേണ്ട, നാളെ വിളിക്കാം. എനിക്ക് ധൃതിയില്ലല്ലോ. അവിടെ ഈ മൊബൈൽ റേഞ്ച് കിട്ടാത്തത് ഒരു പ്രശ്നം ദിനേശ, ഓ, ഡോക്ടർ ബാലഗോപാൽ വിളിക്കുന്നു. നിന്റെ മൊബൈൽ ഫോണിങ് തന്നെ. അല്ല, മൊബൈൽ ഫോൺ തരാൻ. എന്തിനാ സാർ? അയ്യോ, Get out! സിസ്റ്റർ, ആ 2 പെൺകുട്ടികളെ കൊണ്ടുവരൂ. യെസ്, ഇതാണ് സക്കറിയ തോമസിന്റെ കുഞ്ഞ്. ഓക്കെ ഓക്കെ ഡോക്ടർ.
ശരി ചേച്ചി. കൊച്ചു കള്ളി. മന്ത്രിയുടെ ഭാര്യയുടെ പ്രസവം പോയാൽ എന്താ വേറെയുണ്ടല്ലോ. ഇവിടെ 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 ആ ബാലഗോപാൽ, നിങ്ങൾ ജയിച്ചെന്ന് കരുതണ്ട. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്തെന്ന് ഒരൽപ്പം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. കുറച്ച് മിനിറ്റുകൾക്കകം ഈ ആശുപത്രിയും പരിസരവും ഇതിനകത്തുള്ള എല്ലാവരും പൊട്ടിത്തെറിച്ചില്ലാതെയാവും. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ശിക്ഷയാണ്. ഈ ആശുപത്രിയിൽ തന്നെ ഞങ്ങൾ ടൈം ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കും. നീയാണ് അതിന് കാരണം. നീ മാത്രം. ഇത് യുദ്ധമാണ്. യുദ്ധം വെറും യുദ്ധമല്ല, വിശുദ്ധ യുദ്ധം. ഡോക്ടറെ! മരണത്തെ ഭയപ്പെടാതെ ആയുധങ്ങളുമായി അവൻ ഇതിനകത്തുണ്ട്. മനോധൈര്യം കൊണ്ട് മാത്രം എനിക്ക് അവനെ കീഴ്പ്പെടുത്താനാവുമോ? ബോംബിനേക്കാളും സ്ഫോടനശേഷിയുള്ള അവൻ രക്ഷപ്പെട്ടാൽ നഷ്ടപ്പെടുന്ന ജീവനുകൾ എത്രയാണെന്ന് തിട്ടപ്പെടുത്താനാവില്ല. അവൻ ഇതിനകത്തില്ല. ഒരുപക്ഷെ ഈ ജനൽ വഴി സൈഫുദ്ദീൻ രക്ഷപ്പെട്ടിരിക്കും. Thank you.
ഒരു പരീക്ഷണം കൂടി. ഈ നമ്പർ അയാളുടേതാണെങ്കിൽ വിജയിച്ചു, അല്ലെങ്കിൽ ആവും ഇത് അയാളുടെ നമ്പർ തന്നെയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഈ ആയുധങ്ങളെ തോൽപ്പിക്കാൻ തന്ത്രങ്ങൾ കൊണ്ടേ സാധ്യമാകും. മന്ത്രിയുടെ കുഞ്ഞുമായി സൈഫുദ്ദീൻ മുകളിൽ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ആ ഇത്രേ വേണ്ടു. ഒരു ഫോൺ കോൾ. അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ഒന്ന് കണ്ടടയ്ക്കും. ഞങ്ങളുടെ ആൾക്കാർ തന്നെ അവനെ കൊണ്ടുവരും. അത്രയെങ്കിലും ഒന്ന് ചെയ്യണേ, അല്ലെങ്കിൽ രണ്ടും കൂടി ഇവിടെ കിടന്ന് പെടഞ്ഞ് ചാവില്ല. ഞാൻ മരിച്ചു വീണാലും അത് സാധ്യമാവില്ല മിസ്റ്റർ. എന്റെ ജീവനേക്കാൾ വലുതാണ് എന്റെ നാടിന്റെ സുരക്ഷ. വേണ്ട, വലിയ വർത്താനൊന്നും താൻ പറയണ്ട. വർഷങ്ങൾക്ക് ശേഷം തനിക്കുണ്ടായ കുഞ്ഞുണ്ടല്ലോ, അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിലാണ്. അത് മതി. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് കാര്യം നേടാം. അപ്പം നഷ്ടം കൂടും. ശരിക്കും നിങ്ങളൊന്ന് സഹകരിച്ചാൽ കുഞ്ഞുൾപ്പെടെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നീ കാണുന്നത് കുഞ്ഞിന്റെ ശവമായിരിക്കും. ആലോചിക്കാൻ അല്പം കൂടി സമയം തരാം, എന്നിട്ട് തീരുമാനിച്ചു പറഞ്ഞു. ഗുണം തനിക്ക് തന്നെയാ.
നീ ആരോടാ സംസാരിക്കുന്ന അറിയാവോ? ബാലഗോപാൽ, നിങ്ങൾ ജയിച്ചെന്ന് കരുതണ്ട. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്തെന്ന് ഒരല്പം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. കുറച്ച് മിനിറ്റുകൾക്കകം ഈ ആശുപത്രിയും പരിസരവും ഇതിനകത്തുള്ള എല്ലാവരും പൊട്ടിത്തെറിച്ചില്ലാതെയാവും. ബാലഗോപാൽ, ഞാൻ പറഞ്ഞില്ല ഇത് യുദ്ധമാണെന്ന്. ഇത് തീരില്ല, ഒരിക്കലും തീരില്ല. യോദ്ധാക്കളാണ് യുദ്ധം ചെയ്യുന്നത്. ആദ്യം നീ ഒരു കുഞ്ഞിനെ കൊന്നു, ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്നു. ഇതാണോ യുദ്ധം? ഞാനൊരു യോദ്ധാവാണ്. വാ. ഇന്ന് നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ സംഭവമല്ല. കേരളത്തിന്റെ മഹാനഗരങ്ങളിൽ ഇവർ പ്ലാൻ ചെയ്ത പൊട്ടിത്തെറി ഇത്ര എളുപ്പം കണ്ടെത്തുവാനും അത് നശിപ്പിക്കാനുമായത് അങ്ങയുടെ മാത്രം കഴിവാണ്. അതുവഴി എണ്ണമറ്റ ജീവനുകളാണ് രക്ഷിക്കാനായത്. ഞാനെന്ത്, എല്ലാം അവിടുന്ന്. ഞാൻ വെറും ഒരു നിമിത്തമായെന്ന് മാത്രം. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. അത് നടന്നല്ലേ മതിയാവും. ഒരു ഡോക്ടർക്ക് ഇടയ്ക്കൊക്കെ ദൈവത്തിന്റെ പരിവേഷമുണ്ടെന്ന് പറയാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ ജീവൻ മാത്രമല്ല, എന്റെ കുഞ്ഞും ഈ നാടും എല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങ് വെറും ഒരു മനുഷ്യനല്ല, ഒരു അവതാരമാണ്. ഇതൊരിക്കലും ഒരു കാലത്തും ഈ നാട് മറക്കില്ല. ഞങ്ങൾ എന്നും അങ്ങയോട് കടപ്പെട്ടു. എന്താ ഇത്? എവിടെയൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നു അവിടെയൊക്കെ ഓരോ അവതാരമായി സാക്ഷാൽ ഭഗവാൻ എത്തുന്നു. ഞാൻ വെറും ഒരു മനുഷ്യൻ. ഡോക്ടർ, യു ബീൻ മോഡസ്റ്റ്. ഈ വാക്കുകൾ ഡോക്ടറെ വീണ്ടും വലുതാക്കുകയാണ്. ഈ വർഷത്തെ ധീരതയ്ക്കുള്ള അവാർഡിന് അങ്ങയെ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. എനിക്കൊന്നും വേണ്ട. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇവിടെ നടന്നതൊന്നും മറ്റാരും അറിയരുത്. എല്ലാം ഇയാൾ വഴി നടന്നതെന്നേ അറിയാവൂ. അയ്യോ, ക്രെഡിറ്റ് എല്ലാം മുഹമ്മദ് ഇക്ബാലിന്. അല്ലെങ്കിലും ഞാനല്ലല്ലോ ഇതൊന്നും ചെയ്തത്. എല്ലാം അവിടുന്നാണ്. ഓക്കെ. ഈ പവിത്രമായ മണ്ണിൽ ആക്രമണം നടത്താനും ചോര ചീന്താനും ആയിരങ്ങളല്ല 10,000 എത്തിയാലും അത് തടയാനും അവരെ ഉന്മൂലനം ചെയ്യാനും
ഇനിയും അവതാരങ്ങൾ ഉണ്ടാകും. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ഞങ്ങളുടെ സൗഹൃദം തകർക്കാനും തമ്മിൽ തല്ലിക്കാനും മാനവരാശിക്ക് ജീവിത ദർശനം നൽകുന്ന വേദഗ്രന്ഥങ്ങൾ വളച്ചൊടിച്ച് വിപ്ലവം എന്ന പേരിൽ വിദേശ പണവും സ്വീകരിച്ച് ഇനിയും ഇവർ എത്തും. മുസ്ലിം പേരുകൾ സ്വീകരിച്ച് പാവപ്പെട്ട നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ തീവ്രവാദികളെന്ന് മുദ്രകുത്തിക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ നാം ഒന്നിച്ച് തടയണം. ഇത്തരം ആക്രമണ തന്ത്രങ്ങൾ തടയേണ്ടത് പോലീസിൻ്റെയും മിലിറ്ററിയുടെയും ചുമതലയാണ് എന്ന് പറഞ്ഞൊഴിയാതെ നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയണം. ആ നിമിഷം നമ്മുടെ കരങ്ങൾ ദൈവത്തിൻ്റെതായി മാറും. നിസ്സഹായനായ ഏത് ജീവിക്ക് മുന്നിലും നാം ഭഗവാനാണ്. പരസ്പരം സ്നേഹിച്ചും സഹായ ഹസ്തങ്ങൾ നീട്ടിയും നാം നമ്മിലെ ഭഗവാനെ തിരിച്ചറിഞ്ഞാൽ നമ്മെ തകർക്കാൻ മറ്റൊരു ശക്തിക്കുമാകില്ല. സഹായത്തിന് കേഴുന്ന ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കായാൽ ഞങ്ങൾ കൃതാർത്ഥരായി. Hey, come on! I'm ready for the party. Let's get into the room now. Only one man. Hit man. Hit man. Hit man. Let's go! Again, USA, hey babe, get your body moving. Let's get shocking, moving, shaking, rocking, 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 rocking. കൺമുന്നിൽ പുതുമയുമായി തിരയിലെ പുതുയുഗമുണരുകയായി ഭാഗ്യത്തിൻ ഭഗവാനായി അഭിനയ കുലപതി അരുളുകയായി വിജയങ്ങൾ വിരിയുന്ന പുതിയൊരു പുലരീതാ അനുപദമൊഴുകുമൊരനുപമലഹരീതാ കൺമുന്നിൽ പുതുമയുമായി തിരയിലെ പുതുയുഗമുണരുകയായി ഭാഗ്യത്തിൻ ഭഗവാനായി അഭിനയ കുലപതി അരുളുകയായി If you wanna reach the heaven, you gotta jump in action. To the mind and full focus. You're the hero today, forever, forever this way. Oh, you're the hero today, forever, forever this way. ഹൃദയങ്ങളിൽ വെറുമൊരു പ്രിയ ദിനമെഴുതി ശുഭമാം ചലനം ഈ ഉലകിൽ ഇതുവരെ കൈവരാത്ത നേട്ടം ഈ ഉലകിൽ ഇതുവരെ കൈവരാത്ത നേട്ടം കൺമുന്നിൽ പുതുമയുമായി തിരയിലെ പുതുയുഗമുണരുകയായി ഭാഗ്യത്തിൻ ഭഗവാനായി അഭിനയ വിനയ കുലപതി അരുളുകയായി. Pushing arms, splash, pushing arms. Now boy, tell me what you gon' do. Keep pushing arms, splash, pushing arms. Now boy, tell me what you gon' do. ഒരു മനസായി പലരുടെ കരവിരുതരുളി കനവിൻ കവനം അഴകൊളിയായി കലയുടെ കൈത്തെളിച്ച നാളം അഴകൊളിയായി കലയുടെ കൈത്തെളിച്ച നാളം കൺമുന്നിൽ പുതുമയുമായി തിരയിലെ പുതുയുഗമുണരുകയായി ഭാഗ്യത്തിൻ ഭഗവാനായി അഭിനയ കുലപതി അരുളുകയായി.
വിജയങ്ങൾ വിരിയുന്ന പുതിയൊരു പുലരീതാ അനുപദമൊഴുകുമൊരനുപമലഹരീതാ കൺമുന്നിൽ പുതുമയുമായി തിരയിലെ പുതുയുഗമുണരുകയാ ഭാഗ്യത്തിൻ ഭഗവാനാ അഭിനയ കുലപതി അരുളുകയാ. ഈ സിനിമയെ ലോക സിനിമാ ചരിത്രത്തിൽ എത്തിച്ചതിന് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഞാൻ എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം ചിത്രീകരിച്ച സിനിമകളാണ് നമ്മൾ ഇന്നുവരെ കണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ കുറച്ച് സമയം കൊണ്ട് 7 ക്യാമറകളുടെ സഹായത്താൽ വെറും 19 മണിക്കൂറിനുള്ളിൽ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചത് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും അർപ്പണ മനോഭാവമാണ്. 7 ക്യാമറകൾ വെച്ച് ഒരു സിനിമ പൂർണ്ണമായും ചിത്രീകരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ്. അതിന് ചുക്കാൻ പിടിച്ച ഛായാഗ്രാഹകൻ ലോകനാഥൻ സാറിനും രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ അഭിനയിച്ച ശ്രീ മോഹൻലാൽ സാറിനും ഇത്തരമൊരു പരീക്ഷണത്തിന് ധൈര്യമായി മുന്നോട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ചന്ദ്ര സാറിനും ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു നല്ല മെസ്സേജ് ഞാൻ ഈ സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നേവരെ മറ്റ് സംവിധായകരെ കൂടെ ഒന്നും വർക്ക് ചെയ്യാൻ സാധിക്കാത്ത എനിക്ക് ഞാൻ ഇന്നേവരെ കണ്ട എല്ലാ സിനിമകളുടെയും സംവിധായകരെ എൻ്റെ ഗുരുക്കന്മാരായി മനസ്സിൽ കണ്ടുകൊണ്ട് തീവ്രവാദി ആക്രമണാൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയും തീവ്രവാദികളുമായി ഏറ്റുമുട്ടി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാവർക്കും വേണ്ടിയും ഞാൻ എൻ്റെ ഈ സിനിമ സമർപ്പിക്കുന്നു.